ജബ്ബാർ പറയുന്ന മറ്റൊരു സംഗതി, നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ചട്ടമ്പിപ്പണിയെടുക്കുന്ന വില്ലൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ എന്താണ് അതിനെ പറ്റി പറയേണ്ടത് എനിക്കറിയില്ല, വിശേഷിപ്പിക്കുന്നത്. ഇത്രയ്ക്ക് ദുഷ്ടത മുറ്റിയ മനസ്സിൻ്റെ ഉടമ, അതാണ് ജബ്ബാർ. എന്താണാവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിൽ ഇങ്ങോളം നടന്നിട്ട് എടുത്ത ചട്ടമ്പിപ്പണി? ജബ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉന്നയിക്കുന്ന ചില സംഗതികൾ എന്നതിന് കവിഞ്ഞ് അതിന് യാതൊരു പ്രസക്തിയുമില്ല, അല്ലെങ്കിൽ പ്രമാണത്തിൻ്റെ തെളിവിൻ്റെ യാതൊരു അടിസ്ഥാനവുമില്ല. ജബ്ബാർ തെളിവ് ഉദ്ധരിക്കുന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ യഥാർത്ഥത്തിൽ ജബ്ബാർ കള്ളം പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപഹസിക്കുന്നത്. പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ചില സംഗതികൾ എഴുതി വച്ചിട്ടുണ്ട്. അത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരെത്തിപ്പെടുന്ന ഒരു നിഗമനാണ്. അതായത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരാളുടെ ഭാര്യയെ സ്നേഹിച്ചാൽ അയാൾ ആ ഭാര്യയെ തലാക്ക് ചൊല്ലി നബിക്ക് വിവാഹം ചെയ്തു കൊടുക്കണം തുടങ്ങിയുള്ള സംഗതികളെ പറ്റിയാണ് ജബ്ബാറി പറയുന്നത്. ഇവിടെ ചോദ്യം, വിശുദ്ധ ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അങ്ങനെ വല്ല നിർദ്ദേശവും നൽകിയിട്ടുണ്ടോന്ന്. ഖുർആനിൽ എവിടെയും അത് കാണുക സാധ്യമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും അത് കാണുക സാധ്യമല്ല. അപ്പോൾ പിന്നെ ഇത് എവിടെ നിന്നുണ്ടായി? ആളുകൾ അവർ പ്രമാണങ്ങൾ വായിക്കുമ്പോൾ പലതും അവരുടെ മനസ്സിൽ പിന്നെ ഉദയം ചെയ്യും. അത് ചിലത് വസ്തുതാപരമായി ശരിയാവാം, ചിലത് അങ്ങനെ ആവണമെന്നില്ല. ചില ആളുകൾക്ക് ചിലരോടുള്ള അദമ്യമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഫലമായിട്ട് അയാളുമായി ബന്ധപ്പെടുന്ന സംഗതികളിൽ വസ്തുനിഷ്ഠമല്ലാത്തതും സാധാരണഗതിയിൽ അംഗീകരിക്കാൻ സാധ്യമല്ലാത്തതുമായ സംഗതികൾ അയാൾ പറഞ്ഞു എന്ന് വരും. ഇതാണ് ഇവിടെ ഈ പണ്ഡിതന്മാർ റാജി അടക്കം പറഞ്ഞു എന്ന് പറയുന്ന സംഗതികൾ. യഥാർത്ഥത്തിൽ ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചാരുക എന്നത് കേവലം അവിവേകം മാത്രമല്ല, ചട്ടമ്പിത്തരാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ചട്ടമ്പിത്തരം കാണിക്കുന്നത് ജബ്ബാറാണ് എന്നതാണ് വസ്തുത. എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയേൽപ്പിക്കുകയാണ്. ജബ്ബാർ 18ാമത്തെ വയസ്സിൽ ഖുർആനൊക്കെ വായിച്ച് ഈ സൂറത്തുമൊക്കെ വായിച്ചിട്ടാണ് മൂപ്പര് ഒരു തീരുമാനത്തിലെത്തിയതാണ്. വല്ലാത്ത പ്രതിഭാധനൻ എന്ന് നമ്മൾക്ക് ജബ്ബാറിനെ വിശേഷിപ്പിക്കാം. 18ാമത്തെ വയസ്സിൽ മൂപ്പര് SSLC ഒക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കണ കാലത്ത് ഖുർആൻ മുഴുവനും മൂപ്പരങ്ങ് കലക്കി കുടിച്ചു. ഈ പറയണതിനും വേണ്ടേ എന്തെങ്കിലും ഒരു അടിസ്ഥാനം. കോളേജ് കാലത്ത് മറ്റുള്ള ആരുടെയൊക്കെ പ്രേരണയാൽ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോയ ജബ്ബാർ പിന്നീട് തൻ്റെ ഈ യുക്തിവാദത്തിനും നിരീശ്വരവാദത്തിനും തെളിവ് കണ്ടെത്താനും ഇസ്ലാമിനെ വിമർശിക്കാനുമായിട്ട് പിന്നീട് ആണ് ജബ്ബാർ ഖുർആൻ പഠിച്ചിട്ടുണ്ടാവും. അതിനെ സാധ്യതയുള്ളൂ. കാരണം ആ കാലഘട്ടത്തിൽ ജബ്ബാറിൻ്റെ കുട്ടിക്കാലത്ത് 18 വയസ്സ് 20 വയസ്സൊക്കെ ഉള്ള കാലഘട്ടങ്ങളിൽ ആ വിധത്തിൽ ഖുർആൻ പഠിക്കാനുള്ളത് വിദ്യാർത്ഥി ലോകത്ത് നിലവിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പറയുന്നതിൽ ആ പന്തികേടുണ്ട്. അതേസമയം ജബ്ബാർ ഖുർആൻ വായിച്ചു, മനസ്സിലാക്കി. അത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞതിന് ശേഷമാവാനാണ് സാധ്യത. അപ്പോഴേക്ക് അദ്ദേഹം നിരീശ്വരവാദത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു, അതിൽ ചെന്ന് വീണിരുന്നു. പിന്നെ മനുഷ്യനങ്ങനെയാണല്ലോ, കിടന്നിടത്ത് കിടന്ന് ഉരുളുക, അതിനു വേണ്ടി തന്ത്രങ്ങൾ മെനയുക. ഇതാണ് പലപ്പോഴും മനുഷ്യൻ ചെയ്യാറുള്ളത്. ഈ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് പിന്നീട് നമ്മളെ ജബ്ബാർ ഈ ഒരു പരുവത്തിൽ എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്.
എന്നല്ലാതെ നബി തൻ്റെ 18-ാമത്തെ വയസ്സിൽ ഖുർആൻ വായിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളെ കിട്ടും എന്ന് തോന്നുന്നില്ല. എന്നിട്ട് ഇനിയിപ്പോൾ 18-ാമത്തെ വയസ്സിൽ ഇതൊക്കെ എത്തിപ്പെട്ടു എന്ന് തന്നെ വെക്കാം. എന്നിട്ട് ജബ്ബാർ കോളേജ് കാലമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് പോലും തൻ്റെ ഈ വിശ്വാസങ്ങൾ ഇന്ന് ജബ്ബാർ പറയുന്നത് പോലെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ ഖുർആനിനെയോ ഒന്നും വിമർശിക്കുന്നിടത്ത് ജബ്ബാർ എത്തിയിരുന്നില്ല. അന്ന് നിരീശ്വരവാദം അല്ലെങ്കിൽ ഈ യുക്തിവാദം പ്രചരിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ജബ്ബാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് കാരണം എന്താണ്? അന്ന് തൻ്റെ ഈ യുക്തിവാദം പ്രചരിപ്പിക്കണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയല്ല, ചിലപ്പം ജീവൻ പോലും അപകടപ്പെടും എന്ന് ജബ്ബാറിന് ഭയമുള്ളത് കൊണ്ട് ജബ്ബാർ അതിന് മെനക്കെട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനും അവരിൽ നിന്ന് അച്ചാരം വാങ്ങാനുമായിട്ട് അത് കയ്യടി കിട്ടുന്ന സംഗതിയാണ്, മറ്റു നേട്ടങ്ങളും ഉണ്ടാക്കാം. അതുകൊണ്ട് ആ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ജബ്ബാർ ഈ ഒരു രീതി സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ ജബ്ബാർ പറയുന്ന ഈ വലിയ വർത്താനം അതൊരിക്കലും നടന്നിരിക്കാൻ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്. എന്നിട്ട് അന്ന് വരെ മൂപ്പർ ലക്ഷ്യമൊന്നും കണ്ടെത്തിയിരുന്നില്ല പോലെ. ഇപ്പോഴാണ് പിന്നീടാണ് ലക്ഷ്യം കണ്ടെത്തിയത്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ജബ്ബാറിനെ പടുകുന്ന കാര്യത്തിൽ പാതാളത്തിൽ കൊണ്ടെത്തിക്കുന്ന ലക്ഷ്യമാണ് എന്നതാണ് വസ്തുത. ലക്ഷ്യമാണ്. എന്താ ലക്ഷ്യം? ഇസ്ലാമിനെ എതിർക്കുക, മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ജബ്ബാറിൻ്റെ ലക്ഷ്യം. പക്ഷേ അതൊരു പൂതി എന്നതിൽ കവിഞ്ഞ് ജബ്ബാറിനതിൽ വിജയിക്കാൻ കഴിയുമോ? അത് കഴിയില്ല എന്നുള്ളതാണ്. ചില പാവങ്ങളെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞേക്കാം, വിവരദോഷികളായിട്ടുള്ള ചില ആളുകളെ. അതല്ലാതെ ബുദ്ധിയും വിവേകവും അതുപോലെ വിവരവും ചിന്താശീലവും ഒക്കെ ഉള്ള ആളുകൾ അതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ളത് ജബ്ബാറിന് അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്നതാണ് വസ്തുത. ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് ജബ്ബാറിന് എത്ര ആളെ കിട്ടി എന്നുള്ളതും കണക്കാക്കണമല്ലോ. ഒരു 10,000 ആളെ കിട്ടിയെന്ന് തന്നെ വെക്കുക. എന്നാൽ തന്നെ ഈ 19 കൊല്ലം ജബ്ബാർ പറഞ്ഞനുസരിച്ച് ഈ 19 കൊല്ലം പണിയെടുത്തിട്ട് ഇത്രയും ആളെല്ലാം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജബ്ബാറിൻ്റെ ഈ പണി ഇവിടെ ഭൗതികമായിട്ട് പരാജയമാണ്. ഇനി മരണാനന്തര ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് ജബ്ബാർ നന്നായി അനുഭവിച്ചു കൊള്ളും. വിശുദ്ധ ഖുർആൻ പറഞ്ഞ അനുസരിച്ച് അവിടെ ജബ്ബാറിന് കിട്ടാൻ പോകുന്നുണ്ട് നല്ല പ്രഹാരങ്ങൾ. അത് ജബ്ബാർ ഏറ്റുവാങ്ങാൻ പോവാണ്. ജബ്ബാർ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സത്യവിശ്വാസി സ്വന്തത്തെക്കാൾ പരിഗണിക്കണം എന്നാണല്ലോ ഖുർആൻ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറയുമ്പോൾ അതിലൂടെ ഖുർആൻ സത്യവിശ്വാസിയോട് പറയുന്നത്. എന്നിട്ട് ജബ്ബാർ ചോദിക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടോന്നാണ്. ഒന്നാമതായിട്ട് ഇത് മനുഷ്യൻ പറഞ്ഞതല്ല, മനുഷ്യൻ്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു അവൻ്റെ അടിയാറുകളോട് പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന വിശ്വാസികളോടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങളെക്കാൾ പ്രവാചകനെ സ്നേഹിക്കണം, നിങ്ങളെക്കാൾ പ്രവാചകന് പ്രാധാന്യം നൽകണം. എന്തുകൊണ്ട്? ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനാണ് ഒരു സത്യവിശ്വാസിയുടെ മാതൃക. ആ മാതൃക പിൻപറ്റണമെങ്കിൽ ആ മാതൃകാ പുരുഷനോട് ഉണ്ടാവേണ്ട മാനസികമായിട്ടുള്ള ആ ഒരു വികാരം, അതാണ് ഇവിടെ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നത്. അതുണ്ടെങ്കിലേ ആ പ്രവാചകനെ, ആ മാതൃകാ പുരുഷനെ പിൻപറ്റാൻ അനുയായികൾ തയ്യാറാവുള്ളൂ. അതുകൊണ്ടാണല്ലോ ലോകത്ത് സാധാരണഗതിയിലുള്ള നേതാക്കന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ പലതും അനുയായികൾ പിൻപറ്റാൻ കൂട്ടാക്കാതിരിക്കുന്നത്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുധാവനം ചെയ്യപ്പെടുന്നതും സ്വഭാവമഹിമ പിന്തുടരപ്പെടുന്നതും ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അതിന് കാരണമാവട്ടെ വിശ്വാസികളുടെ മനസ്സിൽ ഖുർആൻ കരുപിടിപ്പിച്ചിട്ടുള്ള ഈ പ്രവാചക സ്നേഹവും തങ്ങളെക്കാൾ പ്രവാചകന് പ്രാധാന്യം നൽകിയിരിക്കണമെന്നുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ഈ അധ്യാപനവുമാണ് എന്നതാണ് വസ്തുത.
പക്ഷെ അത് ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികൾക്ക് മനസ്സിലാവൂല. അവർക്ക് പിന്നീട് മനസ്സിലാവുന്നൊരു ഘട്ടം വരും, പക്ഷെ അപ്പോഴേക്ക് സമയം കഴിഞ്ഞിരിക്കും എന്നതാണ് വസ്തുത. അതല്ലാതെ ഇത്തരത്തിലുള്ള ചട്ടമ്പി തരങ്ങൾക്കും അതുപോലെ തന്നെ ഈ തോന്നിവാസം പറയലിനൊന്നും യാതൊരു അർത്ഥവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് വളരെ വളരെ അപകടകരമായിട്ടുള്ള ഒരു പരിണതിയിലേക്കാണ് ജബ്ബാറിനെ പോലുള്ള ആളുകളെ കൊണ്ടെത്തിക്കുകയും ചെയ്യാനുള്ളതാണ് യാഥാർത്ഥ്യം.